ക്രൈസിസ് പലപ്പോഴും ഒരു ലീഡർഷിപ്പിനെ സൃഷ്ടിച്ചെടുക്കും. ഒരു ടീം അവിടെ രൂപപ്പെടും. അവിടെ നോക്കൂ നിങ്ങൾ, ലയണൽ മെസ്സി എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് പ്ലെയറാണ്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോപ്പ അമേരിക്ക ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു ട്രോഫി ഇതുവരെ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വേൾഡ് കപ്പ് എടുത്തേ പറ്റൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ ടീം അവിടേക്ക് വരുന്നത്. അവർ കളി തുടങ്ങുന്നു. ഫസ്റ്റ് കളിയിൽ തന്നെ അവരുടെ ആ ഒരു കോർഡിനേഷൻ ഇല്ലായ്മയും അവരെ ടാലൻ്റ് ഒന്നും പുറത്തെടുക്കാൻ കഴിയാതെ വരുന്നു. സോ ആ കളിയോടുകൂടി അവരൊരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണു. ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ നമ്മൾ കണ്ടത് ഒരു ടീം വർക്കാണ്, അല്ലേ? ഒരു ടീം വർക്ക്, ഒരു ലീഡറുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ടീമിൽ ഓരോരുത്തർക്കും അവസരങ്ങൾ കൊടുത്ത് ഇൻസ്പയർ ചെയ്ത് ആ ലാസ്റ്റ് മൊമെന്റ് വരെ ഏറ്റവും മികച്ച രീതിയിൽ ആ ടീം കോർഡിനേഷൻ പിന്നീട് കൂടി വരുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കണ്ടത്. സോ ഏതൊരു ഘട്ടത്തിലും വലിയ സക്സസ് സൃഷ്ടിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടീം വർക്കാണ്. നമ്മളുടെ കൂടെ ടീം ഉണ്ടായിരിക്കണം. ആ ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലീഡർഷിപ്പ് കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം.